എന്നത് ഒരു തെറ്റായിട്ടുള്ള ടേമാണ്. സ്റ്റേജിനെ അല്ല നമ്മൾ ഭയക്കുന്നത്, സ്റ്റേജിൽ കയറുന്ന ആ ചിന്തയെയാണ് നമ്മൾ ഭയക്കുന്നത്. പല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്പീക്കേഴ്സ്, പലതവണ വേദിയിൽ സംസാരിച്ചിട്ടുള്ളവർ പോലും ഈ സ്റ്റേജ് ഫിയർ അവർക്ക് പലപ്പോഴും വരുന്നുണ്ട്. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് അമേരിക്കൻ പ്രസിഡന്റ് അബ്രഹാം ലിങ്കൺ. അദ്ദേഹം ഒരു കാലത്ത് മികച്ച ഒരു പ്രസംഗം കൊടുക്കുന്ന വ്യക്തിയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ലോയർ പറഞ്ഞത് പലപ്പോഴും അബ്രഹാം ലിങ്കൺ ഒരു വേദിയിൽ കയറി കഴിഞ്ഞാൽ അദ്ദേഹത്തെ നാണമുള്ളതായി കാണപ്പെട്ടു, അദ്ദേഹം സംസാരിക്കുന്ന ശബ്ദം ഇടറുന്നതായി കാണപ്പെട്ടു, അദ്ദേഹത്തിന്റെ സംസാരത്തിൽ ഒട്ടും ഭംഗി ഉണ്ടായിരുന്നില്ല, അദ്ദേഹത്തിന്റെ ആക്ഷൻസ് ഒക്കെ വളരെ വിയേർഡ് ആയിരുന്നു. ഇത് ഒരു ചെറിയ നിമിഷം മാത്രമേ നിന്നിട്ടുള്ളൂ. പിന്നീട് അദ്ദേഹത്തിന്റെ പഴയ രീതിയിലോട്ട് വരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ പലപ്പോഴും സ്റ്റേജിലോട്ട് കയറുന്നതിന് മുമ്പാണ് ഈ ഭയം തോന്നുന്നത്. സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ആ പേടി കുറയും. പിന്നെ സ്റ്റേജിൽ സംസാരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കര പെർഫെക്ഷനിസ്റ്റ് ആവണം എന്ന ഒരു കാര്യം നമ്മുടെ ഉപബോധ മനസ്സിലുണ്ട്. നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ തെറ്റ് വരാൻ പാടില്ല, എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം. പക്ഷെ അതല്ല പ്രസംഗം എന്ന് പറയുന്നത്. തെറ്റുകൾ വരും. ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു സാറ് പറഞ്ഞതാണ്, നിങ്ങൾ തെറ്റ് വരുത്തരുത് എന്ന രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിച്ചാൽ ഒരുപാട് തെറ്റുകൾ വരുത്തിക്കൊണ്ടിരിക്കും. പക്ഷെ തെറ്റ് വരട്ടെ, എനിക്ക് തെറ്റ് വന്നോട്ടെ എന്ന രീതിയിൽ സംസാരിക്കുവാണെങ്കിൽ നിങ്ങൾ വരുത്തുന്ന തെറ്റുകളുടെ എണ്ണം താരതമ്യേന വളരെയധികം കുറയും. തെറ്റുകൾ വരും, അത് മാനുഷികമാണ്. അപ്പോൾ പ്രസംഗത്തിൽ സംസാരിക്കുമ്പോൾ പോലും നമുക്ക് വളരെ പെർഫെക്റ്റ് ആയി സംസാരിക്കാൻ കഴിയുന്നില്ല. പിന്നെ സ്റ്റേജിൽ സംസാരിക്കുമ്പോഴും ഇതൊക്കെ തന്നെ സംഭവിക്കും. എങ്കിലും ഒട്ടും പ്രിപ്പയർഡ് അല്ലാതെയാണ് നിങ്ങളൊരു വേദി കയറിയിട്ടുള്ളത് എങ്കിൽ പേടി തോന്നുന്നത് സ്വാഭാവികമാണ്. നിങ്ങൾക്ക് എന്ത് പറയണമെന്ന് അറിയില്ല, തെറ്റുകൾ വരുത്തും. എന്ത് സംസാരിച്ചാലും അപ്പോൾ തെറ്റുകൾ വരും. പേടി വരുന്നത് കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടാണ്. കോൺഫിഡൻസ് ഇല്ലാത്തത് കാര്യമായിട്ട് പ്രിപ്പറേഷനും പ്രാക്ടീസും ഇല്ലാത്തത് കൊണ്ടാണ്. എങ്ങനെയാണ് സ്റ്റേജിൽ സംസാരിക്കുന്നതിന് മുമ്പ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളതിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇതിനു മുമ്പ് ചെയ്തതാണ്. ഞാൻ അതിലോട്ട് കടക്കുന്നില്ല, അത് നിങ്ങൾക്ക് കാണാം. സ്റ്റേജിൽ കയറിയ ഉടനെ നേരെ ഓഡിയൻസിനെ നോക്കുക, എന്നിട്ട് നിങ്ങളുടെ സ്പീച്ച് ഡെലിവർ ചെയ്യുക എന്നതല്ല ചെയ്യേണ്ടത്. അതൊരു മണ്ടത്തരമാണ്. പകരം നിങ്ങൾ പേടി കുറക്കാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം. നിങ്ങൾ സംസാരിക്കുന്നതിന് മുമ്പ് ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട് ചെയ്യണം. നന്നായിട്ട് ശ്വാസം എടുത്ത് വിടണം. ഡീപ്പായിട്ട് തന്നെ ഒരു 30 സെക്കൻഡെങ്കിലും ശ്വാസം എടുത്ത് വിടാൻ വേണ്ടി നിങ്ങൾ ചിലവഴിക്കുക. നമ്മൾ പലപ്പോഴും പേടിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ധൃതിയായിരിക്കും. പെട്ടെന്ന് കാര്യങ്ങൾ പറയണം, പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്ത് തീർക്കണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് പോകും. മാത്രമല്ല നമ്മൾ ശ്വാസം എടുക്കുന്നത് വളരെ വേഗത്തിലാവും. അതുകൊണ്ട് ഹൃദയമിടിപ്പൊക്കെ കൂടും. അപ്പോൾ അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് വളരെ പതിയെ ഒന്ന് ശ്വാസമൊക്കെ എടുത്ത് നിങ്ങളുടെ സമയം എടുത്തിട്ട് സംസാരിക്കാൻ തുടങ്ങിയാൽ മതി. ഒരു പ്രോ ടിപ്പ് ഇവിടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും പ്രോപ്പർട്ടീസ് ആ സമയത്ത് യൂസ് ചെയ്യാം. അതായത് സ്റ്റേജിൽ കയറി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ബോർഡ് ഉണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും കുത്തി കുറിക്കാം. ഇല്ലെങ്കിൽ എന്തെങ്കിലും മാപ്പ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രസൻറ്റേഷൻ ആണ് കൊടുക്കുന്നെങ്കിൽ ആ മാപ്പിൽ ഒരു പോയിന്റ് കാണിച്ചു കൊടുക്കാം. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു വിൻഡോ ഉണ്ടെങ്കിൽ അത് തുറന്നിടാം. അതും പറ്റില്ലെങ്കിൽ നിങ്ങളുടെ പോഡിയം ഒന്ന് അറേഞ്ച് ചെയ്യാം. ഇങ്ങനെ എന്തെങ്കിലും ഒരു പെർപ്പസ് വെച്ച് ഒരു ലക്ഷ്യത്തോടെ എന്തെങ്കിലും ഒരു ആക്ഷൻസ് ചെയ്താൽ അത് നിങ്ങളുടെ ആൻസൈറ്റിയെ വളരെ അധികം സഹായിക്കും. നിങ്ങൾക്ക് കുറച്ചുകൂടെ ആ ഒരു സ്റ്റേജ് നിങ്ങളുടെ വീട് പോലെയൊക്കെ തോന്നും. ഇനി നിങ്ങൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയൊരു കൺസേൺ എന്ന് പറഞ്ഞാൽ ഓഡിയൻസിൻ്റെ റിയാക്ഷനാണ്. അവർ ചിലപ്പോൾ നിങ്ങളെ നോക്കി ചിരിക്കുന്നുണ്ടാവും, അവരുടെ ഇടയിൽ സംസാരിക്കുന്നുണ്ടാവും, ചിലപ്പോൾ അവർക്ക് ബോറടിച്ച് ഫോണിലൊക്കെ കളിച്ചിരിക്കുന്നുണ്ടാവും. പക്ഷേ ഇതൊന്നും നിങ്ങളെ ഒരിക്കലും പതറാൻ സമ്മതിക്കരുത്. ഓഡിയൻസിൻ്റെ റിയാക്ഷൻ നിങ്ങൾ നോട്ടീസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓഡിയൻസിനെ നിങ്ങൾ നോക്കണമെങ്കിലും ഓഡിയൻസ് എന്ത് ചെയ്യുന്നു എന്നത് നിങ്ങളുടെ കൺസേൺ ആവരുത്. നിങ്ങളുടെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്പീച്ചിലായിരിക്കണം. ഓഡിയൻസിനെ നോക്കാൻ പോയി കഴിഞ്ഞാൽ അതും നിങ്ങളെ പലപ്പോഴും പേടിപ്പെടുത്തും, തളർത്തും. അറിയാം, ആ സ്റ്റേജിൽ എത്തിപ്പെടാമെന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വല്ലാതെ നെർവസ് ആക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ ഒരു സ്പീച്ച് കൊണ്ടുവരാൻ പോകുന്ന ബെനിഫിറ്റ്സിനെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ കൂടുതൽ സെൽഫ് ഡെവലപ്മെന്റ് കിട്ടും. കൂടുതൽ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഒരു വേദിയിൽ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു സ്കില്ലാണ്. അത് കാരണം നിങ്ങൾക്ക് നല്ല കണക്ഷൻസ് ഒക്കെ ബിൽഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് കൂടുതൽ ഇത്തരം ചാൻസുകൾ കിട്ടിയെന്ന് വരാൻ ഭാവിയിൽ നിങ്ങൾക്ക് ടോക്സ് ഒക്കെ കൊടുത്ത് അതൊരു സാലറി കിട്ടുന്ന ഒരു ജോലി ആക്കാൻ വരെ സാധിക്കും. സ്റ്റേജിൽ കയറി സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രത്യേക ധൈര്യം ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട്, പ്രത്യേക സ്കില്ല് ആളുകൾക്ക് ഉണ്ട് എന്നൊന്നും വിചാരിക്കണ്ട. പേടി തോന്നുമ്പോൾ അത് കാണിക്കാതിരിക്കലാണ് ധൈര്യം എന്ന് പറയുന്നത്. ഇനി ഈ വീഡിയോന്റെ രണ്ടാമത്തെ പാർട്ടിലേക്ക് വരാം. എങ്ങനെ നിങ്ങളുടെ ഒരു സ്പീച്ച് മെച്ചപ്പെടുത്താം എന്നാണ് ഈ ഒരു പാർട്ടിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മളൊരു വേദിയിൽ സംസാരിക്കുമ്പോൾ മിക്കവാറും നമുക്ക് അറിയാത്ത ആളുകളായിരിക്കും അതിൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്, അവരുടെ ഓഡിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും അവര് നമ്മളെന്ന് പറഞ്ഞ ഒരു വ്യത്യാസം എപ്പോഴും ഉണ്ടാവും. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പറ്റുമെങ്കിൽ ആദ്യ സെന്റൻസിൽ തന്നെ ആ ഒരു ഡിസ്റ്റിങ്ഷൻ, ആ ഒരു വ്യത്യാസം നമ്മൾ മറികടക്കണം, മുറിക്കണം. അതിന് രസകരമായിട്ടുള്ള ഒരു ഉദാഹരണം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് പ്രൈം മിനിസ്റ്റർ ഒരിക്കൽ അമേരിക്ക സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തിന് ഡീപ്പോ യൂണിവേഴ്സിറ്റിയിൽ സംസാരിക്കേണ്ടി വന്നു. അമേരിക്കയും ഇംഗ്ലണ്ടും എന്ന് പറഞ്ഞ രണ്ട് വ്യത്യസ്ത രാജ്യങ്ങൾ തമ്മിലുള്ള സംസാരമായി കാണാം. ആ ഒരു വ്യത്യാസം അദ്ദേഹം മുറിച്ചത് അദ്ദേഹത്തിന്റെ അമ്മ ഒരു അമേരിക്കക്കാരിയായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ്.
അദ്ദേഹത്തിൻ്റെ അമ്മ ഒരു അമേരിക്കക്കാരിയായിരുന്നു. അതുപോലെ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ അച്ഛൻ ആ ഒരു യൂണിവേഴ്സിറ്റിയിലെ ആദ്യ ഗ്രാജുവേറ്റ്സിൽ ഒരാളായിരുന്നു. ഇങ്ങനെ നിങ്ങളും ഓഡിയൻസും തമ്മിലുള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യം കണ്ടെത്തുക. അത് ആദ്യ സെൻറ്റൻസ് തന്നെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഓഡിയൻസുമായിട്ട് ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യാൻ പറ്റും. അവരിൽ നിന്ന് ഒരു പോസിറ്റീവ് റെസ്പോൺസ് നിങ്ങൾക്ക് കിട്ടും. ഓഡിയൻസ് കൂടുതൽ നിങ്ങളെ ശ്രദ്ധിച്ചിരിക്കും നിങ്ങൾ അവരെ കുറിച്ചാണ് സംസാരിക്കുന്നത് എങ്കിൽ. ആളുകൾക്ക് എപ്പോഴും ഇഷ്ടം അവരെ കുറിച്ച് തന്നെ കേൾക്കാനാണ്. അപ്പോൾ ഓഡിയൻസിനെ കുറിച്ച് നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യണം. നിങ്ങൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് അവരുമായിട്ടുള്ള പല കാര്യങ്ങളുമായി കണക്ട് ചെയ്യുക. അവരുടെ ഓഡിയൻസിൻ്റെ സ്വപ്നങ്ങൾ, ആഗ്രഹങ്ങൾ, അവരുടെ സങ്കടങ്ങൾ തുടങ്ങിയ കാര്യങ്ങളുമായി കണക്ട് ചെയ്യാൻ കഴിഞ്ഞാൽ അവരുടെ ഇൻട്രസ്റ്റ് കൂടും. അവർ എന്തായാലും നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. ഒരു കോളേജ് സ്റ്റുഡൻസിനോടാണ് സംസാരിക്കുന്നതെങ്കിൽ നിങ്ങൾ കോളേജ് പഠിച്ചിരുന്ന കാലത്ത് സംഭവിച്ച കാര്യങ്ങളൊക്കെ ആയിട്ട് അവരായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇത് നിങ്ങളുടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മനോഹരമായി സംസാരിക്കുന്ന സ്പീക്കേഴ്സിനൊക്കെ നോക്കിയാൽ അവരെ നന്നായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അവരെ നോക്കി നമുക്ക് പഠിക്കാം. നമ്മുടെ ഫേവറേറ്റ് ആയിട്ട് പല സ്പീക്കേഴ്സ് ഉണ്ടാവില്ല, അവരെ നോക്കി പഠിക്കാം. അവരെങ്ങനെ സംസാരിക്കുന്നു, അവരുടെ ആക്ഷൻസ് എന്തൊക്കെയാണ്, അതിലെ പല കാര്യങ്ങൾ നമുക്ക് കോപ്പി ചെയ്യാം. എന്നിട്ട് നമ്മുടേതായിട്ടുള്ള ഒരു പുതിയ രീതി നമുക്ക് കണ്ടെത്താൻ കഴിയും. നിങ്ങൾ പൈററ്റ്സ് ഓഫ് ദ കരീബിയൻ എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ ജോണി ഡെപ്പ് എത്ര മനോഹരമായിട്ടാണ് സംസാരിക്കുന്നതെന്നൊക്കെ ശ്രദ്ധിച്ചാൽ മതി. അതിൽ അദ്ദേഹം ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് സംസാരിക്കുന്നു എന്നതാണ്. ഈ ഐ കോണ്ടാക്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓഡിയൻസിലുള്ള ആളുകൾക്ക് അവരുമായി ഓരോരുത്തരുമായി സംസാരിക്കുകയാണ് എന്ന് അവർക്ക് തോന്നണം. പേഴ്സണലി ഞാനൊരു ഓഡിയൻസ് ആണെങ്കിൽ ഒരു സ്പീക്കർ ഒരു കൂട്ടത്തോടാണ് സംസാരിക്കുന്നതെങ്കിലും എനിക്ക് പേഴ്സണലി എന്നോട് സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നണം. അപ്പോഴാണ് അത് കൂടുതൽ ഇൻറ്റിമേറ്റ് ആവുക, അപ്പോഴാണ് എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാവുക. അതിന് നമുക്ക് നമ്മുടെ ഐ കോണ്ടാക്ട് എല്ലാവരുടെ അടുത്തും പോകണം. എല്ലാവരുടെ കണ്ണുകളിലൂടെയും നമ്മുടെ കണ്ണ് സഞ്ചരിക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഓരോരുത്തരോടായിട്ട് നമ്മൾ സംസാരിക്കുന്ന പോലെ അവർക്ക് തോന്നും. ജോണി ഡെപ്പ് പൈററ്റ്സ് ഓഫ് ദ കരീബിയൻ മൂവിയിൽ നന്നായിട്ട് കണ്ണുകളെ കൊണ്ട് സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു കാര്യം പറയുമെങ്കിലും അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ വേറെ കാര്യമാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കി തരും. ആ ഒരു ടെക്നിക്ക് അദ്ദേഹം പഠിച്ചത് ചാർലി ചാപ്ലിനിൽ നിന്നാണ്. ഇങ്ങനെ പല സിനിമാ നടന്മാർക്കും കണ്ണുകൾ കൊണ്ട് നന്നായിട്ട് സംസാരിക്കാൻ കഴിയും. അപ്പോൾ ഐസിന് നല്ല ഫീലിങ്സും ഇമോഷൻസും ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ജെന്യൂനായി കീപ്പ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഐ കോണ്ടാക്ട് എപ്പോഴും വേദിയിലിരിക്കുന്ന ഓരോ ആളുകളുമായിട്ട് കീപ്പ് ചെയ്യണം. പിന്നെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഓഡിയൻസിനെ നിങ്ങൾ കുറ്റം പറയരുത്. ഒരിക്കലും അവരുടെ മോശം കാര്യങ്ങൾ നിങ്ങൾ എടുത്ത് പറയരുത്. അത് പലപ്പോഴും സ്പീക്കേഴ്സിന് വലിയൊരു പാരയായി വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് ഈയിടെ അനിൽ ബാലചന്ദ്രൻ എന്ന് പറഞ്ഞ മോട്ടിവേഷണൽ സ്പീക്കറിന് ഇതുമായിട്ട് ഒരുപാട് ട്രോളുകളും കാര്യങ്ങളൊക്കെ കിട്ടിയതാണ്. നിങ്ങളെ എപ്പോഴും അവരുടെ പോസിറ്റീവ് വശങ്ങൾ കാണാൻ ശ്രമിക്കുക. നെഗറ്റീവ് കാണുന്നതിന് പകരം പോസിറ്റീവ് കാണുക. അത് ഓഡിയൻസിൻ്റെ ഹൃദയം കവരാനുള്ള ഒരു മാർഗമാണ്. എന്ന് വെച്ച് നിങ്ങൾ ഫേക്കായ കാര്യങ്ങൾ പറയണമെന്നല്ല. അവർ നിങ്ങളെ ഒരു സ്പീക്കറായി തിരഞ്ഞെടുത്തില്ലേ, അതിന് നിങ്ങൾക്ക് അവരോട് നന്ദി പറയാലോ, അവരെ അപ്രീഷിയേറ്റ് ചെയ്യാലോ. ഇതിൽ കയറി സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അത്ര കംഫർട്ടബിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആവില്ല. അതുകൊണ്ടാണ് നിങ്ങൾ പേടിച്ചിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ ആ ഒരു പേടി കാരണം ഒട്ടും സ്റ്റേജിൽ കയറി സംസാരിക്കാഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല. നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ തന്നെ ജീവിതകാലം മുഴുവൻ നിൽക്കും.